യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് വെളിപ്പെടുത്തേ. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തില് 31 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗങ്ങളുടെ ഉള്ളം ഗ്രഹിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 33-ാമത്തെ തിരുവചനം. മത്തായി 25:33. അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. ഈ വചനഭാഗത്തിന്റെ 1-ാമത്തെ ഭാഗം എപ്പിസോഡ് കേൾക്കാത്തവര് ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മത്തായി 25-ന്റെ 33-ാമത്തെ തിരുവചനമാണ്. അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. ഹല്ലേലൂയ. ഞാൻ അതിന്റെ വലിയ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ചെമ്മരിയാടും കോലാടും ഒക്കെ നമ്മൾ അതിന്റെ ഒത്തിരിയേറെ ഡീറ്റെയിൽസ് കേട്ടിട്ടുള്ളവരാണ്. ആടുകളെ, ഒരൊറ്റ കാര്യം ഞാൻ പറയുകയാണ്, ആടുകളെ രാത്രിയിൽ വിശ്രമ സമയമാകുമ്പോൾ വിശ്രമിക്കുന്നതിന് വേണ്ടി ഈ കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കും. അവര് മേയുമ്പോൾ ഒരുമിച്ചാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, കളകളും ഗോതമ്പുകളും ഒരുമിച്ചാണ് വളരുന്നത്. ചെമ്മരിയാടും കോലാടും ഒരുമിച്ചാണ് വളരുന്നത്. എന്നാൽ സമയമാകുമ്പോൾ, വിശ്രമിക്കുവാനുള്ള സമയം വരുമ്പോൾ, വിശ്രമം ഏതാണ്? കർത്താവിനോട് കൂടെയുള്ളതാണ് വിശ്രമം. ആ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആടുകളെ, ചെമ്മരിയാടുകളെയും കോലാടുകളെയും രണ്ടിടത്തേക്ക് വേർതിരിക്കും വിശ്രമിക്കുന്നതിന് വേണ്ടി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു കൂട്ടം നമുക്കറിയാം, കോലാടുകൾ വിശ്രമിക്കുന്ന എവിടെയാ? നിത്യാഗ്നിയിലാണ്. നല്ല വിശ്രമമായിരിക്കും അല്ലെ? ഹല്ലേലൂയ. ചെമ്മരിയാടുകൾ വിശ്രമിക്കുന്നത് എവിടെയാ? കർത്താവിന്റെ രാജ്യത്തിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ അങ്ങോട്ട് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് മത്തായിയുടെ സുവിശേഷം 24-ന്റെ 29 മുതലൊന്ന് വായിക്കാമോ? നമ്മളതിന്റെ 31 നേരത്തെ ഒന്ന് കണ്ടു. വീണ്ടും നമ്മൾ 29, മത്തായി 24-ന്റെ 29 മുതൽ. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടു പോകും. ഈ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ ഇത് വിശ്വാസികൾ തിരിച്ച് അറിഞ്ഞ് അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന നമ്മളത് പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. പക്ഷേ ഈ സമയത്ത് വിശ്വാസികൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. വിശ്വാസികൾ ക്രിസ്തുവിന്റെ അടുക്കലായിരിക്കും. ഇന്ന് പലപ്പോഴും പല സഭകളും ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വചനത്തിന്റെ വെളിച്ചത്തിൽ മെഴുകുതിരിയൊക്കെ എടുത്ത്, എന്റെ ചെറുപ്പത്തിലൊക്കെ ദേവാലയങ്ങളിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, വെഞ്ചരിച്ച മെഴുകുതിരി മാത്രമേ അന്ന് കത്തുള്ളൂ, കറണ്ട് ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയാറ് കേട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മെഴുകുതിരി വെഞ്ചരിച്ചൊന്നും വീട്ടിൽ കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. കാരണം കർത്താവാകുന്ന പ്രകാശം വരുമ്പോൾ തന്നെ, വാനമേഘങ്ങളിൽ വരുമ്പോൾ നമ്മൾ പോകാനുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അതെല്ലാം വ്യർത്ഥമായ പൊട്ടയായ കാര്യങ്ങളാണ്. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ അങ്ങനെ പറഞ്ഞേ. അപ്പൊ ബൈബിളില് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രവചന ഭാഗങ്ങളുണ്ട്. നമുക്ക് യെശയ്യായുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. യെശയ്യാവ് 13-ാമത്തെ അധ്യായം, അതിന്റെ 9-10 തിരുവചനങ്ങൾ. യെശയ്യാ 13-ന്റെ 9-10. ഇതാ കർത്താവിന്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു. ഇതാ കർത്താവിന്റെ ക്രൂരമായ ദിനം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിനത്തെക്കുറിച്ച്, നാളുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. 2 തരം നാളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിൽ 2-ാമത്തെ നാളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു. അടുത്തത്, ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടെ അത് വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരുകയും. ആ സമയത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും. സൂര്യൻ ഇരുണ്ടുപോകും. അതാണ് ഉദയം എന്ന് പറയുമ്പോൾ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഈ വെളിപാട് പുസ്തകത്തിൽ
കർത്താവിന്റെ ആ മഹോപദ്രവ കാലത്ത് നടക്കുന്ന സംഭവങ്ങൾ ഏതാണ്ട് 5 സന്ദർഭങ്ങളിൽ ഈ സൂര്യൻ ഇരുണ്ടു പോകുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വെളിപാട് പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. വെളിപാട് പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 12 മുതലുള്ള തിരുവചന ഭാഗം. വെളിപാട് 6:12 മുതൽ വായിക്കാം. അവൻ 6-ാമത്തെ മുദ്ര തുറന്നപ്പോൾ, ഇവിടെ ചില മുദ്രകൾ തുറക്കുകയാണ്. 6-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി, വലിയ ഒരു ഭൂകമ്പമുണ്ടായി. വലിയ ഒരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ ആകെ രക്തം പോലെയായി. ചന്ദ്രൻ ആകെ രക്തം പോലെയായി തീർന്നു. കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായ്കൾ പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായ്കൾ പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. ആകാശം തെറുത്തു മാറ്റിയ ചുരുൾ പോലെ അപ്രത്യക്ഷമായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. അപ്പൊ 1-ാമത്തത് 6-ാമത്തെ മുദ്ര തുറന്നപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ ഇരുണ്ടു. ചന്ദ്രൻ രക്തം പോലെ ആയിത്തീർന്നു. ഹല്ലേലൂയ. അടുത്തത് 4-ാമത്തെ ദൂതൻ കാഹളം മുഴക്കുമ്പോഴാണ്. അത് 8-ാം അധ്യായം 12-ലാണ്. വെളിപാട് 8:12. 4-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സൂര്യന്റെ 1/3 ചന്ദ്രന്റെ 1/3 നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു. 4-ാമത്തെ ദൂതൻ കാഹളം മുഴക്കിയപ്പോൾ സൂര്യന്റെ 1/3 ചന്ദ്രന്റെ 1/3 നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതെല്ലാം മഹോപദ്രവ കാലത്ത് നടക്കുന്ന കാര്യമാണ്. കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിന്റെ വചനത്താൽ സ്വയം വിധിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാകുന്ന നമ്മൾ ഈ സമയത്ത് ഉണ്ടാകത്തില്ല, ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഇതിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് അറിയുമ്പോൾ, അഥവാ നമ്മൾ ഇവിടെ അവശേഷിച്ചു പോയാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും പിന്നീട് കടന്നു പോവുക. അതുകൊണ്ട് അതിന് ഇട കൊടുക്കാതെ യേശുവിന്റെ വരവിൽ തന്നെ നാം എടുക്കപ്പെടേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല, നിത്യതയിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാത്തവർക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്ന് പോലും പറയാൻ സാധ്യമല്ല. അവഗണിച്ച് കടന്നു പോകുന്നവർക്ക് നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും അന്ന് ജാതികളെല്ലാം ഒരുമിച്ച് കൂട്ടും, അതിൻ്റെ അകത്തൊരു ചാൻസ് ഉണ്ടല്ലോ എന്ന്. അതിനകത്തും കുറെ ആത്മീയ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിലെല്ലാവരും വലതുവശത്തേക്ക് മാറ്റപ്പെടുന്നവർ 1000 വർഷം ഉണ്ടായേക്കാം. പക്ഷെ അതിനുശേഷം കർത്താവിന്റെ കൂടെ അവരിൽ പലരും ഉണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ഇവിടെ 12-ാം വാക്യം ഒരിക്കൽ കൂടി. 4-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സൂര്യന്റെ 1/3 ചന്ദ്രന്റെ 1/3 നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു. തന്മൂലം അവയുടെ 1/3 ഇരുണ്ടുപോയി. തന്മൂലം അവയുടെ 1/3 ഇരുണ്ടുപോയി. പകലിന്റെ 1/3 ഇരുണ്ടുപോയി. പകലിന്റെ 1/3 ഇരുണ്ടുപോയി. അതുപോലെ തന്നെ രാത്രിയുടെ 1/3. അതുപോലെ തന്നെ രാത്രിയുടെ 1/3. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത് 3-ാമത്തത് 5-ാമത്തെ ദൂതൻ കാഹളം മുഴക്കിയപ്പോഴാണ്. അത് 9-ാമത്തെ അധ്യായം 1-ാം വാക്യം. 5-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. 5-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു. ഒരു നക്ഷത്രം. നമുക്കറിയാം, ഇവിടെ നക്ഷത്രമായിട്ട് യോഹന്നാൻ കാണുന്നത് ഉൽക്കകൾ പോലെ വലിയ പ്രകാശിക്കുന്ന അന്തരീക്ഷത്തിൽ ചില ഗ്രഹങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നൊക്കെ അടർന്നു പോയിട്ടുള്ള ചില ഭാഗങ്ങൾ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു നക്ഷത്രം. കാരണം ഭൂമിയേക്കാൾ എത്രയോ വലിപ്പമുള്ളതാണ്. 10, 15, 20, 100 ഇരട്ടിയൊക്കെ വലിപ്പമുള്ളതാണ് നക്ഷത്രങ്ങൾ. അവ വന്ന് വീണാൽ പിന്നെ ഭൂമി പോലും ഉണ്ടാകത്തില്ല. ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു. പാതാളഗർത്തത്തിന്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്ത് ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ, അതാണ് 24. മത്തായി 24-ലേക്ക് വരാം. മത്തായി 24-ന്റെ നമ്മൾ വായിച്ചു കേട്ട ആ തിരുവചന ഭാഗങ്ങൾ. മത്തായി 24-29 ഒരിക്കൽ കൂടി.
കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരുകയില്ല. ചന്ദ്രൻ പ്രകാശം തരില്ല. ഈ ഭാഗം ഇവിടെ പറഞ്ഞു കേട്ടോ. കർത്താവിന്റെ ആ വരവിന്റെ ന്യായവിധിക്കായിട്ട് ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിക്കാൻ വേണ്ടി വരുന്ന സമയത്തുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ജോയലിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം, ജോയൽ അതിന്റെ 2-ാം അധ്യായം 28 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ വചനഭാഗം എടുത്തുകൊണ്ടാണ് പത്രോസ് തന്റെ ആദ്യത്തെ പ്രസംഗം നടത്തുന്നത്. എന്നാൽ ഈ സൂര്യൻ ഇരുണ്ടുപോകുന്ന കർത്താവിന്റെ മഹത്വം ഭയാനകവുമായ ദിനമാകുന്നതിന് മുൻപ് ഒരു വലിയ ആത്മപ്രകർച്ച ഈ ലോകത്തിൽ ഉണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അതാണ് 28-ാം വാക്യത്തിലെ മർമ്മം. ജോയൽ 2:28 ഒരിക്കൽ കൂടി. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എല്ലാവരുടെ മേലും എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിന്റെ മഹത്വവും ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ഈ സമയത്ത് ഒരാത്മപ്രകർച്ച സ്വർഗം ഭക്ഷിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, 2 സാക്ഷികൾ അല്ലെ 3.5 വർഷക്കാലം ഇറങ്ങി വന്ന് പ്രവചിക്കുന്ന ഭാഗം നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ അവരുടെ ആ ശുശ്രൂഷയിലൂടെയും മറ്റും ഒരു വലിയ ആത്മപ്രകർച്ച ഈ ലോകത്തെങ്ങും ആ സമയം ഉണ്ടാകും, സഭയെടുക്കപ്പെട്ടതിന് ശേഷവും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും തിരിച്ചറിഞ്ഞ പല കാര്യങ്ങളും ആത്മീയമായി വളരുമ്പോൾ നമ്മൾ അടുത്ത അറിവിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചത് സഭയെടുക്കപ്പെട്ടാൽ പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഭൂമിയിൽ ഉണ്ടാകില്ലെന്നാ. പക്ഷേ സാക്ഷ്യം വഹിക്കാൻ, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ 2 സാക്ഷികൾ വരുമ്പോൾ ആത്മാവില്ലാതെ വരികയില്ലല്ലോ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടല്ലേ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരു വലിയ ആത്മപകർച്ച സംഭവിക്കും. അത് തുടങ്ങിയിരിക്കുന്നത്, ഈ ആത്മപകർച്ചയുടെ ആരംഭം, അതിന്റെ അടയാളമാണ് അപ്പസ്തോല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ. അത് ആരംഭിച്ചതാണ് അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ അവരുടെ മേലിറങ്ങിയ ആത്മപ്രകർച്ച. അത് 2:14 മുതൽ അത് പത്രോസ് പ്രസംഗിക്കുമ്പോൾ, വേണമെങ്കിൽ ഈ ജോയലിന്റെ ഭാഗത്തു നിന്നാണ് പത്രോസ് പ്രസംഗിക്കുന്നത്. അപ്പസ്തോല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിന്റെ 14 മുതലുള്ള തിരുവചന ഭാഗം നമുക്കൊന്ന് കേൾക്കാം. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിന്റെ
മത്തായിയുടെ സുവിശേഷം 25:35 മുതൽ ഒന്ന് വായിക്കാം. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പൊ ഇവർക്ക് അത് മനസ്സിലാകാൻ പോലുമുള്ള കഴിവില്ല. അതുകൊണ്ടാണ് 37 അവര് പറയുന്നത്, അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും. വചനവുമായിട്ട് ഇവർക്ക് വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? വചനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും. നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? അപ്പൊ ഇവർക്ക് വചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കൂട്ടമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി. അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും ഉറപ്പാക്കുകയാണ്, ഇത് വിശ്വാസികളുടേതല്ല. മറന്നു പോകരുത്, വലതുവശത്തേക്ക് വരുന്നത് വിശ്വാസികളല്ല, അന്നുള്ള ജാതികൾക്കാണ്. ജാതികളെയാണ് രണ്ടായിട്ട് വേർതിരിക്കുന്നത്. അവരെ വിധിക്കുന്നതിന്റെ മാനദണ്ഡം വിശ്വാസത്തെ ബേസ് ചെയ്തല്ല. അവരുടെ വിധി ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ടല്ല. പിന്നെയോ ധർമ്മിഷ്ഠമായ അവരുടെ ജീവിതം, നീതിപൂർവകമായ അവരുടെ ജീവിതം, അവരുടെ മനസാക്ഷി അനുസരിച്ചുള്ള, അവരുടെ ജീവിതം അനുസരിച്ചുള്ള വിധിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. നേരോടെയും നീതിയോടെയും കരുണയോടെയുമുള്ള അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് വിധി. ഹല്ലേലൂയ. ദ ജഡ്ജ്മെന്റ് ഫ്രം ദ ത്രോൺ ഓഫ് ഗ്ലോറി വരുന്നത് അതൊരിക്കലും അന്തിമ വിധിയല്ല. ഇതിന്റെ സമയം മഹോദ്രവ കാലത്തിന്റെ അവസാനം 1000 വർഷത്തെ ഭരണത്തിന് മുൻപ് നടക്കുന്നതാണ്. ഈ ന്യായവിധി നടക്കുന്ന സ്ഥലം ഏതാണ്? നമ്മൾ വീണ്ടും ജോയലിന്റെ പുസ്തകത്തിലേക്ക് വരികയാണ്. ജോയലിന്റെ പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. സ്പീഡപ്പിൽ എടുക്കാൻ നോക്കുക. ജോയലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ. ആ നാളുകളിൽ ഞാൻ യൂദയായുടെയും ജെറുസലേമിന്റെയും ഭാഗതയെ നിർണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും ആ നാളുകളിൽ ഞാൻ യൂദയായുടെയും ജെറുസലേമിന്റെയും ഭാഗതയെ നിർണയിക്കുന്ന നാളുകളിൽ, അവരുടെ അതിരുകൾ വിസ്തൃതമാക്കുന്ന സമയത്ത്, യേശു വരുന്ന സമയത്താ, ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും യഹോശാഫാത്തിന്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഏത് സ്ഥലത്തേക്കാ ഇവരെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടുന്നത്? യഹോശാഫാത്തിന്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യഹോശാഫാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യഹോവ ന്യായം വിധിക്കുന്ന താഴ്വര എന്നാണ്. ഹല്ലേലൂയ പറഞ്ഞേ. പണ്ടത്തെ ഒരു രാജാവിന്റെ പേരാണ് കേട്ടോ. അത് പഴയ നിയമഭാഗങ്ങളിൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. യഹോശാഫാത്തിന്റെ താഴ്വരയാണ്. അവിടെ അതിനു മുമ്പ് ജാതികൾക്ക് ചില ന്യായവിധികൾ നടന്നിട്ടുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്ന, നശിപ്പിക്കാൻ വന്ന ചിലർക്ക് ചില ന്യായവിധികൾ നടന്നിട്ടുണ്ട്. അപ്പൊ യഹോശാഫാത്തിന്റെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. യഹോശാഫാത്തിന്റെ താഴ്വരയിൽ വെച്ചാണ് ഈ ന്യായവിധി നടക്കുന്നത്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അതിന്റെ 3-ാമത്തെ അധ്യായം 11 മുതലൊന്ന് വായിച്ചേ. 3:11. ചുറ്റുമുള്ള സകല ജനതകളെ ഓടി വരുവിൻ. അവിടെ അന്നത്തെ ന്യായവിധി നമുക്ക് അറിഞ്ഞുകൂടാ. അത് ലോകം മുഴുവനും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിനോട് ചുറ്റുമുള്ള ആ ജാതികളെ, ജനതകളെയാണോ, ബാക്കിയുള്ളവരെ ആത്മീയ അർത്ഥത്തിലാണോ, അതോ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ത്യയിലുള്ളവരെയും അവിടെ എത്തിക്കുമോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ആ ഇസ്രായേൽ രാജ്യത്തിനോട് ചേർന്ന് കിടക്കുന്ന അയൽ രാജ്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ
ഉണ്ടായിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ജാതികളെ ആയിരിക്കാം അവിടെ ന്യായം വിധിക്കുന്നത്. അതേപോലെ തന്നെ ആത്മീയ അർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങളിലുമുള്ള ജനതകൾക്കുള്ള ന്യായവിധി നമുക്കറിഞ്ഞുകൂടാ അതത് സ്ഥലങ്ങളിലാണോ നടക്കുന്നത്. നമുക്കിപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നത് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം അത് ജാതികൾക്കുള്ള ന്യായവിധിയാണ്. സമയം 1000 വർഷത്തെ ഭരണത്തിന് മുൻപാണ്. മഹോപദ്രവ കാലത്തിന്റെ സമയത്ത് നടക്കുന്നതാണ്. ഈ ന്യായവിധി നടക്കുന്നത് യഹോഷാഫാത്തിന്റെ താഴ്വരയിൽ വെച്ചാണ്. ഹല്ലേലൂയ. ഓടി വരുവിൻ, അവിടെ ഒരുമിച്ച് കൂടുവിൻ. കർത്താവേ, അങ്ങയുടെ സൈന്യത്തെ അയക്കണമേ. അതിനായിട്ട് ദൂതന്മാരെ അയക്കണമേ. 12 ജനതകൾ ഉണർന്നു യഹോഷാഫാത്തിന്റെ താഴ്വരയിലേക്ക് വരട്ടെ. ജനതകൾ ഉണർന്ന് യഹോഷാഫാത്തിന്റെ താഴ്വരയിലേക്ക് വരട്ടെ. അപ്പൊ അവരെ ഉണർത്തുകയാണ് ജനത്തെ. അവരെല്ലാവരെയും കൂടെ കൂട്ടിവരുത്തുകയാണ്. അവിടെ ചുറ്റുമുള്ള സകല ജനതകളെയും വിധിക്കാൻ ഞാൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനാകും. ദൈവമാ പറയുന്നത് എന്ന് നമുക്കറിയാം. ദൈവം തന്നെയാണ് യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. മത്തായി 25 ആ സിംഹാസനത്തിൽ മനുഷ്യപുത്രനായ ക്രിസ്തുവാണ് ഇരിക്കുന്നത്. യഹോവയായ ദൈവമാണ്. ജോയലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ജോയലിന് വെളിപ്പാട് കൊടുക്കുന്നത്. ഞാനിരിക്കുമെന്ന് യഹോവ പറയുന്ന ആ സിംഹാസനത്തിൽ യേശു ഇരിക്കുന്നതായിട്ട് മത്തായി 25 നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം പറയാണ് അരിവാൾ എടുക്കുവിൻ, അരിവാൾ എടുക്കുവിൻ, വിളവ് പാകമായിരിക്കുന്നു, മുന്തിരിച്ചക്ക് നമുക്കറിയാം. നമ്മൾ നേരത്തെ കണ്ടതാണ് അത് വെളിപാട് പുസ്തകത്തിന്റെ ഭാഗത്തു നിന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്കറിയാം ഈ സ്ഥലം ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോഷാഫത്ത് എന്ന് പറഞ്ഞ സ്ഥലം അത് യഥാർത്ഥത്തിൽ ജെറുസലേമിനും ഒലിവ് മലയ്ക്കും ഇടയിലുള്ള ഒരു താഴ്വരയാണ്. കെദ്രോൺ താഴ്വര എന്നാണ് അതിന് പറയുന്ന പേര്. യോഹന്നാൻ 18:1 പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ആ സ്ഥലം വെളിപ്പെടുത്തുകയാണ്. കെദ്രോൺ താഴ്വരയാണ്. യോഹന്നാൻ 18-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ നമ്മുടെ ഇത് പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോട് കൂടെ കെദ്രോൺ അരുവിയുടെ അക്കരയെത്തി. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പൊ കെദ്രോൺ അരുവി കഴിഞ്ഞ് താഴ്വര കഴിഞ്ഞ് യേശു പ്രാർത്ഥിക്കാൻ പോയ കാര്യമാണോ? അപ്പൊ ഈ താഴ്വരയ്ക്ക് ഒരുപാട് കഥകളുണ്ട്. യേശുവിനെ അറസ്റ്റ് ചെയ്ത് വലിച്ചഴച്ചു കൊണ്ടുപോയത് ഈ താഴ്വര വഴിയായിട്ടാണ്. പീലാത്തോസിന്റെയും കയ്യഫാസിന്റെയും ഭവനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് യേശു വിധിക്കപ്പെട്ട സ്ഥലമാണത്. നഗ്നനാകി ശരീരം മുഴുവൻ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് പറിച്ച് മുൾക്കിരീടം ധരിച്ച് അപമാനം വഹിച്ച ആ സ്ഥലത്തു തന്നെ നമ്മുടെ കർത്താവായ യേശു വിധിയാളനായിട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവരാരും അറിഞ്ഞില്ല വിധിയാളനാകാൻ പോകുന്നവനെയാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന്. വേറൊരു സീക്രറ്റും കൂടെ സഖറിയായുടെ പുസ്തകം 14 ഞാൻ പറയാം. അപ്പൊ ചിലര് ചിന്തിക്കുന്നത് ആ താഴ്വരയിൽ ഇത്രമാത്രം ജനങ്ങളെയൊക്കെ നിർത്താൻ സ്ഥലം ഉണ്ടാവുമോ, അല്ലെ, സ്ഥലം വല്ലതും തികയോ എന്നൊക്കെയാണ് പലരുടെയും ചിന്ത. ആ സമയത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാരും ജാതികളും എന്തായിട്ടുണ്ടാകും? മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ശേഷിക്കുന്നവരെയാണ് അവിടെ ഒന്നിച്ചു കൂട്ടുന്നത്. മാത്രമല്ല അതിനു മുമ്പേ അവിടെ ആ താഴ്വരയുടെ ഭാഗത്ത് ഒരു ഒരുക്കം നടക്കുന്നതായിട്ട് സഖറിയയുടെ പുസ്തകം 14:4 കാണുന്നുണ്ട്. സഖറിയ 14:4 തിരുവചനം. ജെറുസലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും. നമ്മുടെ കർത്താവായ യേശു വരുന്ന അന്ന് കാല് വെക്കുന്നത് നമുക്കറിയാം ഒലിവുമലയുടെ ഭാഗത്താണ്. യേശുവിനെ എവിടെ വധിച്ചോ അവിടെയാണ് യേശു തിരിച്ചു വരുന്നത്. 14:4 ജെറുസലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും. നമ്മുടെ കർത്താവായ യേശു അന്ന് നിലയുറപ്പിക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്ന് നടുവേ പിളർന്ന് നടുക്ക് വലിയ ഒരു താഴ്വരയുണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മനസ്സിലായോ? ഈ ഒലിവുമലയുടെയും ജെറുസലേമിന്റെ ഇടയിലായി ഈ താഴ്വര. ഇവിടെ ഒരു സ്ഥലമൊരുക്കൽ നടക്കുന്നുണ്ട്. എപ്പോഴാ? യേശു വരുമ്പോൾ. ഒരു വലിയ മൈതാനം അവിടെ ഉണ്ടാകുക.
എന്തിനാ? മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ജാതികളെ ന്യായം വിധിക്കാൻ വേണ്ടി. കിഴക്ക് വടക്ക് പടിഞ്ഞാറായി, അല്ലെ? കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്ന് നടുക്ക് ഒരു വലിയ താഴ്വരയുണ്ടാകും. ബാക്കി മലയുടെ ഒരു പകുതി വടക്കോട്ടും മലയുടെ ഒരു പകുതി വടക്കോട്ട് പോകും. മറ്റേ പകുതി തെക്കോട്ടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതെന്തിനു വേണ്ടിയാ ഒരുക്കപ്പെടുന്നത്? ന്യായവിധിക്കായി, ജാതികളുടെ ന്യായവിധിക്കായി. രണ്ടിടത്ത് ഇവരെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി. ഒരു ഭാഗം വടക്കോട്ടും ഒരു ഭാഗം ഒരു ഭാഗം കിഴക്കോട്ടും ഒരു ഭാഗം പടിഞ്ഞാറോട്ടുമായിട്ട് നെടുവെ പിളർന്ന് രണ്ടായി അകന്നു മാറി ഒരു വലിയ ഏരിയ അവിടെ പ്രത്യക്ഷപ്പെടും. ആയിരക്കണക്കിന് ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ. ഇതെത്ര ദൂരം, എത്ര അളവിൽ, അത് കർത്താവിനറിയാം. എത്ര പേര് അവിടെ കൂട്ടുന്നുണ്ടോ അതനുസരിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞു. ന്യായവിധിയുടെ സ്ഥലം യഹോഷാഫാത്തിന്റെ താഴ്വരയാണ്, അഥവാ കെദ്രോൺ അരുവി. വീണ്ടും നമുക്ക് മനസ്സിലായി ഈ സ്ഥലം ജെറുസലേമിനും ഒലിവ് മലയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ്. സഖറിയ 14:4 ആ ഏരിയ മുഴുവൻ അതിനുവേണ്ടി ബുൾഡൗസർ വെച്ച് ഒരുക്കിയതുപോലെ കർത്താവ് കാല് വെക്കുമ്പോൾ തന്നെ അവിടെ രണ്ട് ഭാഗമായിട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമായിട്ട് വേർതിരിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ നടക്കുകയാണ്. ഹല്ലേലൂയ. ആ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു എന്ന് പറയുന്നത്. നിങ്ങൾ കുടിക്കാൻ തന്നു, എന്നാൽ ഇടതുവശത്തുള്ള നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല, എനിക്ക് കുടിക്കാൻ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യായവിധി നടക്കുന്നത്. ഇനി ഈ ആർക്ക് കുടിക്കാൻ കൊടുത്ത കാര്യമാ, ആർക്ക് ഭക്ഷിക്കാൻ കൊടുത്ത കാര്യമാണ് എന്ന് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോവുകയാണ്. സ്വർഗം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലത്തു നിന്നുകൊണ്ട് കർത്താവിനൊന്ന് നന്ദി പറയാം. യേശുവേ നന്ദി, ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ ഇതെല്ലാം ഗ്രഹിപ്പിക്കണമേ, മനസ്സിലാക്കാനുള്ള കൃപ തരണമേ. യേശുവേ നന്ദി, ഞങ്ങളുടെ ഹൃദയത്തിൽ വചനത്തെ രേഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. വചനത്തിന്റെ ജീവൻ, വചനത്തിന്റെ ശക്തി ഓരോ മക്കളുടെ മേലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.